ശ്രീനിവാസ ഹോമിയോപ്പതി. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓവുലേഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഓവുലേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഏത് സമയം ബന്ധപ്പെട്ടാലാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്നും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഓരോ പെൺകുട്ടികളെ ജനിക്കുമ്പോഴും അവർക്ക് മെനോപോസ് ആവുന്നത് വരെയുള്ള എഗ്ഗ്, അതായത് അണ്ടവുമായിട്ടാണ് അവർ ജനിക്കുന്നത്. ഇത് മെച്ചുവർ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഫോളിക്കിൾസ് ആയിട്ടായിരിക്കും കുട്ടികൾ ജനിക്കുന്നത്. ഈ ഫോളിക്കിൾസ് മെച്ചുവേർഡ് ആയിട്ട് എഗ്ഗായി മാറുന്നത് ഏകദേശം പ്യൂബർട്ടി സ്റ്റേജ് നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോഴാണ്. അതായത് 12-14 വയസ്സൊക്കെ ആകുമ്പോഴത്തേനാണ് ഇത് എഗ്ഗായിട്ട് മാറുന്നത്. അപ്പം ഇത് എഗ്ഗായി മാറിയാലും ഒരേ സമയം എല്ലാ എഗ്ഗും കൂടെ വിസർജനം നടത്തില്ല. ഓരോ മാസം ഓരോ എഗ്ഗ് എന്ന നിലയിലാണ് അണ്ടവിസർജനം നടക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 ഓവറി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറി ഉണ്ട്. അപ്പോൾ ഓരോ മാസവും റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെ മാറിയായിരിക്കും അണ്ടവിസർജനം നടക്കുന്നത്. പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സെക്ഷലി കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ അത് പ്രഗ്നൻസിയിൽ എൻഡ് ചെയ്യുള്ളൂ. ഏകദേശം മിഡ് സൈക്കിൾ, അതായത് നമ്മുടെ സൈക്കിളിൻ്റെ ഒരു പകുതി എത്തുന്ന സമയത്താണ് ഓവുലേഷൻ നടക്കാറുള്ളത്. പീരിയഡ്സിൻ്റെ ഡേറ്റ് 28 ഡേയ്സ് സൈക്കിളാണ്, കറക്റ്റായിട്ട് പീരീഡ്സ് ആവുന്നവരാണ് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14-15 ദിവസങ്ങളിലായിരിക്കും ഇവർക്ക് ഓവുലേഷൻ നടക്കുന്നത്. ശരിക്കും PCODയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജനിക്കുന്നത് ഫോളിക്കിൾസ് ആയിട്ടാണ്. അപ്പം ഈ ഫോളിക്കിൾസിന് മെച്ചുറേഷൻ വരാതിരുന്ന്, അതായത് അത് എഗ്ഗായിട്ട് മാറുന്നില്ല, അത് മെച്ചുവേർഡായി മാറുന്നില്ല. പകരം ഈ ഫോളിക്കിൾസ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് നമ്മൾ സിസ്റ്റായിട്ട് USG ഒക്കെ എടുക്കുമ്പം കാണുന്നത്. ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് വരുകയില്ല. അപ്പം എന്തായിരിക്കും, സൈക്കിൾ ഇങ്ങനെ ഇറഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓവുലേഷൻ നമ്മൾ വജൈനൽ ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓവുലേഷൻ്റെ സമയത്ത് ഈ ഡിസ്ചാർജ് കുറച്ച് പ്രൊഫ്യൂസ് ആയിരിക്കും, കുറച്ച് കൂടുതൽ ഉണ്ടാവും, നല്ല വാട്ടറി ആയിരിക്കും, അതേപോലെ തന്നെ ഇങ്ങനെ തിക്കായിരിക്കും, ഒരു നൂൽ പരുവത്തിൽ നമുക്ക് വിരലുകളിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓവുലേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് നോക്കാം കേട്ടോ. ചില ആൾക്കാരിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. അത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും പെയിൻ വരുന്നത്. അതായത് ഏത് ഓവറിൽ നിന്നാണോ നമുക്ക് ആ സമയത്ത് ഓവം വിസർജനം ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യുക. അതേപോലെ തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് ആ സമയത്ത് സ്പോട്ടിങ് പോലെ ഉണ്ടാവാറുണ്ട്. ബ്ലീഡിങ് അല്ല, സ്പോട്ടിങ് ആണ്. ബ്ലീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇന്റർമെനിസ്ട്രൽ ബ്ലീഡിങ് ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ നടത്തി തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ചില ആളുകളിൽ ബ്രസ്റ്റിൽ ടെൻഡർനെസ് ഉണ്ടാവാറുണ്ട്, ബ്ലോട്ടിങ് ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർ കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിരിക്കും, അവരുടെ സെക്ഷൽ ഡ്രൈവ് കുറച്ചും കൂടെ ഇൻക്രീസ്ഡ് ആയിരിക്കും ഓവുലേഷൻ സമയത്ത്. ഓവുലേഷൻ സമയത്ത് നമ്മുടെ സർവൈക്സ് ഒക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇൻ്റർകോഴ്സ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമാവും. ടെമ്പറേച്ചർ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ സമയമാകുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഒരു ഡിപ്പ് വരും, ഒന്ന് താഴും, പിന്നെയും അത് കുറച്ച് കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടുപിടിക്കാറുണ്ടല്ലേ. അതേപോലെ തന്നെ ഓവുലേഷൻ്റെ നമുക്കങ്ങനെ ഓവുലേഷൻ കിറ്റ് വാങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ പ്രഗ്നൻസി കിറ്റിന് അതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന ഹോർമോൺ LH ആയിരിക്കും, അതായത് ലൂട്ടനൈസിങ് ഹോർമോൺ കൂടി നിൽക്കും. ഏർലി മോർണിംഗിൽ നമ്മൾ യൂറിൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓവുലേഷൻ സമയമാണെങ്കിൽ അത് 2 വരെ കാണിക്കും. അതിനർത്ഥം നിങ്ങൾ ഓവുലേഷൻ സമയത്താണ് എന്നാണ്. നമ്മളുടെ ബോഡിയിൽ നിന്ന് ഓവുലേഷൻ സമയത്ത് വിസർജിക്കുന്ന അണ്ടം ഏകദേശം 12 തൊട്ട് 24 മണിക്കൂറാണ് നമ്മളുടെ ബോഡിയിൽ സർവൈവ് ചെയ്യുക. പക്ഷേ നമ്മളുടെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്ന സ്പേംസ് ഏകദേശം 4 തൊട്ട് 5 ദിവസം വരെ ബോഡിയുടെ ഉള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയിൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, നമുക്ക് വീഡിയോസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. വീണ്ടും കാണും വരേക്കും ടാറ്റ.